ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ തത്വജ്ഞാനാത് പരം നാസ്തി. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ലുപ്തരാഗസരണി സുനിശ്ചിതാ ലോകസംഗ്രഹ വിധൗ പടീയസി കാചനാംബ ദിഷണാഭവന്മയി കർമ്മ കൗശലജുഷാ നിഷേവ്യതേ. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ശ്രീ ശാരദാംബയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു. ആത്മസഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം 51 ഭാഗം. അവതരണം ചാത്തൻ പറഞ്ഞാൽ കേൾക്കുമല്ലോ. ഗുരുദേവൻ അരുവിപ്പുറം ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തുണ്ടായിരുന്ന ഒരു കൊച്ചു കെട്ടിടത്തിൻ്റെ വരാന്തയിലുള്ള അരമതിലിന്മേൽ ഇരിക്കുകയായിരുന്നു. കൊല്ലം പെരുന്നാട്ടുകാരനായ വിളയത്ത് കൃഷ്ണനാശാൻ എന്നൊരു ഭക്തൻ അപ്പോൾ ഗുരുവിൻ്റെ നർമ്മ സംഭാഷണം ശ്രവിച്ച് സന്തുഷ്ടനായി ഒരറ്റത്ത് ഒഴിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ ഒരു ബഹളം കേട്ടു. ചിലർ ചേർന്ന് ഒരു സ്ത്രീയെ ബലമായി പിടിച്ച് ആ മുറ്റത്തേക്ക് കൊണ്ടുവരുന്നത് ഗുരുദേവൻ കണ്ടു. ആ സ്ത്രീയുടെ നോട്ടവും ഭാവവും കണ്ടപ്പോൾ തന്നെ അവരെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശമെന്തെന്ന് ഗുരുദേവന് മനസ്സിലായി. എങ്കിലും അടുത്തു വന്നു നിന്നപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരാളോടായി ചോദിച്ചു, എന്താണ് ഉപദ്രവം? അയാൾ ഗുരുദേവനെ നമസ്കരിച്ചിട്ട് ഭവ്യതയോടെ പറഞ്ഞു, കല്ലേറാണ് ഉപദ്രവം. എറിയുന്ന കല്ലുകൾ വലിയ ഊക്കോടുകൂടി വരും, ശരീരത്തിൽ തട്ടുകയില്ല. ചില കല്ലുകൾ ശരീരത്തിൽ മുട്ടിയെന്ന് തോന്നത്തക്ക വിധത്തിൽ അടുത്തു വീഴും. ഇങ്ങനെ 2-3 നാഴിക ഇടവിട്ട് കല്ലുകൾ വീഴുന്നുണ്ട്. ഇനി കല്ലെറിയുമ്പോൾ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ വളരെ അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ നിന്നിരുന്ന ആ സ്ത്രീയെ ആപാദചൂഡം ഒന്ന് വീക്ഷിച്ചു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു ആത്തൽ ഭാരമുള്ള ഒരു വലിയ കല്ല് വന്ന് ആ സ്ത്രീയുടെ തലയിൽ തട്ടും പോലെ താഴെ വീണു. അവിടെ നിന്നിരുന്നവരെല്ലാം പരിഭ്രമത്തോടെ ഗുരുദേവനെ നോക്കി. ആ കല്ല് വന്നതും വീണതും ഗുരുദേവനും കണ്ടിരുന്നു. ആ വീണ കല്ലിൻ്റെ വലിപ്പത്തിലുള്ള മറ്റൊരു കല്ലെടുത്ത് അതിൽ ചുണ്ണാമ്പ് കൊണ്ട് ഒരു വര വരച്ച് ആറ്റിൻ്റെ പടിഞ്ഞാറേക്കരയിലുള്ള വൻകാട്ടിൽ വീഴത്തക്ക വിധത്തിൽ ശക്തിയുള്ള ആരെങ്കിലും എറിയട്ടെ.
ഗുരുദേവന്റെ ആ കൽപ്പന കേട്ട് സ്ത്രീയുടെ കൂടെ വന്നവർ വിസ്മയഭരിതരായി പരസ്പരം നോക്കി. കല്ലെറിയുവാൻ ആരും ധൈര്യപ്പെട്ടില്ല. മഠത്തിലെ പാചക ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഒരാൾ ആ നേരം അവിടെ എത്തി. ഗുരുവിന്റെ കൽപ്പന ശിരസാ വഹിച്ച് അയാൾ വലിയ ശക്തിയോടെ ചുണ്ണാമ്പ് കൊണ്ട് വരയിട്ട ഒരു കല്ല് ആറ്റിനക്കരയിലേക്ക് അപ്പോൾ തന്നെ വലിച്ചെറിഞ്ഞു. അത് ആറ്റിനക്കര ചെന്ന് വീഴുന്നത് കണ്ടിട്ട് ഗുരുദേവൻ ആജ്ഞാപിക്കും പോലെ പറഞ്ഞു, ചാത്തനാണ് എറിയുന്നതെങ്കിൽ ഈ ചുണ്ണാമ്പ് പുരട്ടിയ കല്ലെറിയണം. അവിടെ നിന്നവരെല്ലാം ആറ്റിനക്കരയിലേക്ക് ദൃഷ്ടികൾ ഊന്നി സ്തബ്ധരായി നിന്നു. ചിലരുടെ ഹൃദയമിടിപ്പ് കൂടി. അത് പുറത്ത് കേൾക്കാവുന്നത്ര ഉച്ചത്തിൽ വരെ എത്തുകയുണ്ടായി. എന്തോരത്ഭുതം! അടുത്ത നിമിഷത്തിൽ ചുണ്ണാമ്പ് വര വീണ അതേ കല്ല് തന്നെ തിരികെ പാഞ്ഞു വന്ന് ആ സ്ത്രീയുടെ തലയിൽ തൊട്ടു തൊട്ടില്ല എന്ന നിലയിൽ താഴെ വീണു. ആർക്കും ആ കാഴ്ച വിശ്വസിക്കാനായില്ല. ഓരോരുത്തരും കല്ലെടുത്ത് തിരിച്ചും മറിച്ചും മാറി മാറി നോക്കി അത്ഭുതം കൂറി. അപ്പോൾ ഗുരുദേവൻ ഇങ്ങനെ കൽപ്പിച്ചു, ആ കല്ല് തന്നെ എറിഞ്ഞല്ലോ, കൊള്ളാം. ചാത്തൻ പറഞ്ഞാൽ കേൾക്കുമല്ലോ. എന്നാൽ ഇനി എറിയരുത്. ഗുരുദേവന്റെ അനുഗ്രഹവും അനുവാദവും വാങ്ങി അന്ന് അവർ അരുവിപ്പുറം മഠത്തിൽ തന്നെ താമസിച്ചു. ക്ഷേത്രത്തിലെ അന്നത്തെ ദീപാരാധനയിലും പൂജയിലും പങ്കുകൊണ്ട് അടുത്ത പ്രഭാതത്തിൽ ഗുരുദേവന്റെ അനുവാദത്തോടുകൂടി സമാധാനത്തോടെ അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിന്നീടൊരിക്കലും ആ സ്ത്രീക്ക് ചാത്തന്റെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. ആധുനിക മനഃശാസ്ത്രത്തെ പോലും അതിശയിപ്പിക്കുന്നതാണ് അന്ധവിശ്വാസത്തിനെതിരെയുള്ള ഗുരുദേവന്റെ ഇത്തരം ഇടപെടലുകൾ. അവതാരവരിഷ്ടം സർവാനുഗ്രഹദായിനം നാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഗുരുദേവ കഥാസാഗരം. ചാത്തൻ പറഞ്ഞാൽ കേൾക്കുമല്ലോ. അവതരണം ഗുരു തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ.